ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ആ മടക്കിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതുപോലെയാണ് പേപ്പർ മടക്കിയെടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 6 ഇതളുകളാണ് നമുക്കിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ക്രയോൺസ് വേണം. നമ്മൾ ഇതിൽ നിന്നും പിങ്ക് കളർ എടുത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഓരോ ഇതളിലും നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സ്കെച്ച് പേന എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും റെഡ് കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ റെഡ് കളർ സ്കെച്ച് പേന ഉപയോഗിച്ച് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ ക്രയോൺസ് ഉപയോഗിച്ച് അതിലൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കെച്ച് പേന ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഇതളുകൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിരിക്കുകയാണ്. അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ചെടുക്കാനുള്ളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ അറ്റങ്ങളിലെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമ്മളിത് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു പീസുകൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ബാക്കിലും അതുപോലെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. വീണ്ടും നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിന് ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ നമുക്ക് ഇലകൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ വെയിൻസിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇലകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഇതളുകളും നമ്മൾ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളിൻ്റെ ഒരു സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മറ്റൊരു ഇതൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇതളുകളും ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം.
ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ചെയ്ത് വെച്ചത് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിലേക്ക് ഇതുപോലെയാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. സിമ്പിളായി ചെയ്തെടുക്കാൻ കഴിയുന്ന ഈ ഒരു പേപ്പർ ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തണ്ടിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇലകളും ഒന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തണ്ടിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇലകൾ അതിൽ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും റൗണ്ട് പീസ് കട്ട് ചെയ്ത് അത് കോൺ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് ഫ്ലവറിൻ്റെ താഴെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു തണ്ട് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിതാ വേറെ ഒരു ഫ്ലവറും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് നമ്മളൊന്ന് വളച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.